ആന്റോ ആന്റണി എംപിക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണവുമായി നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ രംഗത്തെത്തിയതും ഇന്നാണ്. 2019 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 2 കോടി രൂപ പലിശയ്ക്ക് നൽകി വഞ്ചിച്ചെന്നും കൈപ്പറ്റിയ പണം തിരികെ ലഭിച്ചില്ല എന്നും രാജു ജോർജ് പറയുന്നു. എന്നാൽ പണം തിരികെ നൽകിയിട്ടുണ്ട് എന്നും കള്ളപ്രചാരണം LDF സ്വാധീനം കൊണ്ടാണെന്നുമാണ് ആന്റോ ആന്റണിയുടെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ആന്റോ ആന്റണി എംപിക്കെതിരായ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമയുടെ സാമ്പത്തിക ആരോപണം. 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി 2 കോടി രൂപ പലിശയ്ക്ക് നൽകിയെന്നും വർഷം 7 കഴിഞ്ഞിട്ടും പണം തിരികെ നൽകിയില്ലെന്നും രാജു ജോർജ് പറയുന്നു. 2 മാസത്തിനകം ഈ കാശ് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ഈ 2 മാസവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 വർഷമായി. 1000 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കയ്യും കാലും പിടിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ എൻ്റെ മകളടക്കം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അങ്കിളെ എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിലുള്ള തന്ത്രി കണ്ഠരര് രാജീവർക്ക് നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപമുണ്ടെന്ന പ്രചാരണം രാജു ജോർജ് തള്ളി. തന്ത്രിയുടെ 1 രൂപ പോലും എൻ്റെ സ്ഥാപനങ്ങളിൽ ഒരിടത്ത് പോലും ഒരു നിലയിലും ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 2, തന്ത്രിയെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ആരെയും എൻ്റെ ഇത്രയും കാലത്തെ ജീവിതയാത്രയിൽ ഞാൻ കണ്ടുമുട്ടുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ അവരുടെ വീടുകളിൽ പോകുകയോ സാമ്പത്തിക ഇടപാടുകളോ മറ്റ് യാതൊരു ഇടപാടുകളും ഉണ്ടായിട്ടില്ല. ഞാൻ അവരെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്നാൽ രാജു ജോർജിന്റെ ആരോപണം ആന്റോ ആന്റണി MP തള്ളി. തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായാണ് പണം വാങ്ങിയതെന്നും അത് തിരിച്ചു നൽകിയെന്നും ആന്റോ ആന്റണി വിശദീകരിച്ചു. അല്ല, എന്നെ സഹായിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ പണം വേണമെന്ന് പറഞ്ഞു. ആ പണം ഞാൻ തിരിച്ചു കൊടുത്തു. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതോ സ്ഥാപനത്തിൽ ആർക്കൊക്കെ ഡിപ്പോസിറ്റ് ഉണ്ടെന്നുള്ള വെച്ച് തെറ്റിദ്ധരിച്ച് ഈ സ്ഥാപനത്തിൻ്റെ പേര് കൊണ്ടുവന്ന് എൻ്റെ പേര് ചേർത്തി കള്ളാരോപണം കൊണ്ടുവന്ന് ഒരു പുകമറ സൃഷ്ടിക്കാൻ നടത്തിയ ഒരു യജ്ഞത്തിൻ്റെ ദയനീയ പരാജയമാണ് ഇപ്പോൾ കണ്ടത്. അത്രേ ഉള്ളൂ. കോൺഗ്രസിനെ മാത്രമൊന്നുമല്ല, അദ്ദേഹം അതിനേക്കാളൊക്കെ വളരെ കൂടുതലായി CPM-നെ അന്ന് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ എത്ര രൂപ ലഭിച്ചെന്ന് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ MP തയ്യാറായില്ല. നിക്ഷേപ തട്ടിപ്പ് കേസിൽ 2 വർഷമായി ED അന്വേഷണം നേരിടുകയാണ് തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്. അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥാപനത്തിന്റെ 44 കോടിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.